There are a lot of people suffering for ages with migraine. I would just request them to try hypnotherapy. Just free yourself of all ailments, mentally, physically. പക്ഷെ അവര് റെഡിയാണോ? അവരല്ലേ സഫർ ചെയ്യണേ, നമ്മളല്ലല്ലോ. വി ആർ നോട്ട് ദ വൺസ്. ഈ റെഡി ആവാൻ ഇതൊന്നും അത്ര മറ്റേ ഡിഫിക്കൾട്ടായി എന്തോ ഒരു വലിയ പ്രോസസ്സൊന്നും അല്ല. മൈൻഡിൻ്റെ തന്നെയാണ്. ബട്ട് ഞാൻ ഈ പറഞ്ഞില്ലേ, നമ്മുടെ കുട്ടിക്കാലം കാണാൻ നമുക്ക് എല്ലാവർക്കും ഡിഫിക്കൾട്ടാണ്. അപ്പോൾ ഒരു ക്ലയൻറ്റ് വരുമ്പോൾ അവരെ ഹിപ്നോതെറാപ്പി ചെയ്യുന്ന എല്ലാവർക്കും റേക്കി ഹീലിങ്ങും ചെയ്യാറുണ്ടോ? ഇത് രണ്ടും കൂടെ എങ്ങനെ കണക്റ്റഡ് ആണോ? ഫൈനലി എല്ലാ തെറപ്പി മൊഡാലിറ്റീസും കണക്റ്റഡ് ആണ്. ഇറ്റ്സ് ഓൾ ഫൈനലി കമ്മിങ് ടു ഹീലിംഗ് ദ ക്ലയൻറ്റ്. ഓക്കെ, ഇപ്പോൾ റീക്കിയെ സംബന്ധിച്ച് ഇപ്പോൾ എൻ്റെ അടുത്തൊരു ക്ലയൻറ്റ് വരുവാണെങ്കിൽ ആദ്യം ഞാൻ അവരുടെ കേസ് കേട്ട ഐ വിൽ ഡിസൈഡ് ഫ്രം ഇറ്റ്. ഇപ്പം സോൾ മാപ്സിലോട്ട് ഇപ്പോൾ എൻ്റെ ഓർഗനൈസേഷനിൽ വരികയാണെങ്കിൽ നമുക്കൊരു സൈക്കോളജിസ്റ്റ് ഉണ്ട്. സൈക്കോളജിസ്റ്റ് ആദ്യം നമുക്കൊരു ചെക്ക് ലിസ്റ്റ് പോലെ ഒരു ഹാഫ് ആൻ അവർ നമുക്ക് ചോദിക്കേണ്ട ചോദ്യങ്ങളും ഉണ്ട്, നമുക്ക് കുറച്ചൊരു കാര്യങ്ങൾ എടുക്കേണ്ടതുണ്ട്. ബിക്കോസ് ദാറ്റ്സ് ഇമ്പോർട്ടൻറ്റ് ഫോർ us to know. അതെടുത്ത് കഴിയുമ്പോൾ ആൻഡ് മോസ്റ്റ്ലി ഇറ്റ് വിൽ ബി ദ ചൈൽഡ്ഹുഡ് തിങ്സ് ഇറ്റ് സെൽഫ്. അപ്പം അതെടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അതിൽ നിന്ന് ഡിസൈഡ് ചെയ്യും ഇത് റേക്കിക്കാണോ പോകേണ്ടത് അതോ ഹിപ്നോതെറപ്പിയാണ്. നൗ എവിടേക്കാണ് റേക്കിയും ഇതിനെല്ലാം നമുക്ക് ചെയ്യാം. ബട്ട് സി ദ പ്രോബ്ലം ഈസ്, പ്രോബ്ലം എന്നല്ല ഞാൻ ഈ പറയുന്നത്, നമ്മുടെ മൈൻഡ് വർക്ക് ചെയ്യുന്നതിനൊരു രീതിയുണ്ട്. നമ്മുടെ അസുഖങ്ങളും നമ്മുടെ ബോഡി എഫക്റ്റ് ചെയ്യുന്നത് നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ ആദ്യം ഒരു ചിന്തയാണ് വരുന്നത്, അല്ലേ? എല്ലാം ഒരു തോട്ടാണ്.